കൊടും തണുപ്പിലും ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന തിളയ്ക്കുന്ന ചൂടുള്ള വെള്ളം, അതിലുള്ള കുളി. ഫെയറി ഫോറസ്റ്റ് എന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ഹൈക്കറിന് പോലും വഴി തെറ്റിപ്പോകാവുന്ന നിഗൂഢമായ കാട്, പുൽഗയിലെ ഗ്രാമീണ ജീവിതം, ഇവയെല്ലാം കണ്ടറിയാനായി വരൂ ഞങ്ങളുടെ കസോൾ യാത്രയിലേക്ക്. ചലാൽ വില്ലേജിൽ നിന്ന് പാർവതി നദിയുടെ ഓരം ചേർന്ന് 1.5 കിലോമീറ്റർ നടന്നാൽ കസോൾ എത്താം. കസോളിലെ കഫേസ് ഫേമസ് ആണല്ലോ. കസോൾ യാത്ര ചെയ്ത ആരും തന്നെ ദ എവർഗ്രീൻ എന്ന ഇസ്രായേലി കഫേ മിസ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. ദ എവർഗ്രീൻ ഇസ്രായേലി കഫേയിൽ നിന്നും ഹെർബൽ ഡ്രിങ്കായ കാവ കുടിച്ച്, ഇസ്രായേൽ കഫേ അല്ലേ, ഒരു ഇസ്രായേലി വെജ് പ്ലാറ്റർ കഴിച്ച് കസോളിൽ നിന്നും മണികരണിലേക്ക് ലോക്കൽ ബസ്സിൽ ഹിമാചലി സ്റ്റൈലിൽ ഞങ്ങൾ യാത്ര ചെയ്തു. മണികരണിൽ നിന്നും കസോളിലേക്കുള്ള ലാസ്റ്റ് ബസ് വൈകിട്ട് 6 മണിക്കാണ്. അത് മനസ്സിലിട്ട് വേണം ലോക്കൽ ബസ് യാത്ര പ്ലാൻ ചെയ്യാൻ. മണികരൺ. കസോളിൽ നിന്നും 4.5 കിലോമീറ്റർ ബസ് യാത്ര ചെയ്ത് ഞങ്ങൾ മണികരണിലെത്തി. മണികരണിലെ ഒരു അത്ഭുതമാണ് നാച്ചുറൽ ജിയോ തെർമൽ ഹോട്ട് സ്പ്രിംഗ്. പബ്ലിക്കായി ഹോട്ട് സ്പ്രിങ്ങിൽ ക്രൗഡിൽ കുളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതേ വെള്ളം എത്തിച്ച് പ്രൈവറ്റ് പൂളായി കുളിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. മണികരണിലെ ഈ ഹോട്ട് സ്പ്രിംഗ് അനുഭവം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നല്ല ചൂടാണ് വെള്ളത്തിന്. നമ്മുടെ ശരീരം തണുപ്പിനോട് അഡ്ജസ്റ്റായിരിക്കുവാണ്. പതുക്കെ കാലൊക്കെ മുക്കി അഡ്ജസ്റ്റ് ആയതിനു ശേഷം മാത്രം ഇറങ്ങി കുളിക്കുക. ചൂട് കാരണം കാലൊക്കെ ചുവന്ന് നിറം മാറുന്നത് നമുക്ക് കാണാം. ഇവിടെ ധാരാളം ഷോപ്പിംഗ് സെന്റേഴ്സ് കാണാം. ഇവിടെ ഒരു ക്ഷേത്രവും ഗുരുദ്വാരയും ഉണ്ട്. ക്ഷേത്രത്തിലെ ലങ്കർ അഥവാ അന്നദാനം കഴിച്ച ഞങ്ങൾ കൽഗ, പുൽഗ, ഫെയറി ഫോറസ്റ്റ് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ടാക്സി പോയിന്റിലേക്ക് പോയി. നേരത്തെ പറഞ്ഞ പോലെ 4x4 വാഹനങ്ങൾക്ക് പകരം ഇവിടെ എല്ലാ പരിപാടികളും മാരുതി ഓൾട്ടോയിലാണ്. അത്ഭുതം തന്നെ. ഇതാണ് ആദ്യത്തെ ട്രക്കിംഗ് സ്പോട്ടായ കൽഗ. അത്യാവശ്യം കുത്തനെയുള്ള ഒരു ട്രക്കിംഗ് ആണ് ഇവിടെ. കൽഗയ്ക്കു ശേഷം ഞങ്ങൾ പുൽഗ ഗ്രാമത്തിലേക്ക് യാത്രയായി. നാഗരികതയുടെ തിരക്കുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് പുൽഗ.
തടിയിൽ തീർത്ത വീടുകൾ, ഗ്രാഫിറ്റികൾ, ഇലകൊഴിഞ്ഞ ആപ്പിൾ തോട്ടങ്ങൾ. ഹിമാചലി ഭാഷയും ഹീബ്രു ഭാഷയും നമുക്ക് ഇവിടെ കേൾക്കാം. ഫെയറി ഫോറസ്റ്റ് എവിടെ നോക്കിയാലും ഒരുപോലെ സുന്ദരമാണ്. പേര് പോലെ തന്നെ ഒരു ഫെയറി ഫീലാണ് ഈ ഫെയറി ഫോറസ്റ്റിന്. ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരുപാട് പേർ വഴി തെറ്റി കാട്ടിലകപ്പെട്ടു പോയ ഫെയറി ഫോറസ്റ്റിൽ നിന്നും സേഫായി ഇറങ്ങി ഹിമാചലിലെ കുട്ടികളുടെ കൂടെ കളിച്ച് കൃത്യം 6 മണിക്ക് തന്നെയുള്ള ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് കസോളിലെ ഹോട്ടൽ എവർഗ്രീനിൽ എത്തി. തണുപ്പിൽ കുറച്ച് തീ കാഞ്ഞ് ഡിന്നർ കഴിച്ച് ആ ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു.